അസ്സലാമു അലൈക്കും ഫ്രണ്ട്സ്. ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞത് ചിക്കൻ മജ്ബൂസിൻ്റെ വീഡിയോ ആണ് കേട്ടോ. അടിപൊളി ചിക്കനും ചോറൊക്കെ കൂടി മിക്സ് ആയിട്ടുള്ള ഒരു ഐറ്റമാണ് കേട്ടോ. ഉണ്ടാക്കാൻ നല്ല അടിപൊളി ഈസിയാണ്, തിന്നാൻ അതിനേക്കാൾ അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ വീഡിയോക്ക് പോയാലോ. ഇതാ കഴുകി വൃത്തിയാക്കി വെച്ച ചിക്കനിലേക്ക് മഞ്ഞൾപ്പൊടി, ഒരു 1.5 ടീസ്പൂൺ മുളകും പൊടി, ഒരു 3 ടീസ്പൂൺ മല്ലിപ്പൊടി, പിന്നെ ഒരു 1.5 ടീസ്പൂണ് ഗരം മസാലപ്പൊടി, പിന്നെ ആവശ്യത്തിന് ഉപ്പും ഒരു 3 അടപ്പ് വിനാഗിരിയും കൂടി വെച്ച് കൊടുത്തിട്ട് നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ മജ്ബൂസ് ഉണ്ടാക്കുമ്പോൾ ആരും മുളകും പൊടി അധികം ഉപയോഗിക്കാറില്ല. എനിക്കൊരു ആവശ്യമാണ്, എനിക്കൊരു ഇഷ്ടമാണ്, അതുകൊണ്ട് ഞാൻ മുളകും പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒന്ന് നന്നായി മിക്സ് ചെയ്ത് അവിടെ മാറ്റിയേക്കാം. പിന്നെ അതാ 2 സബോള നീളത്തിൽ അരിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇതൊന്ന് വറുത്തെടുക്കണം. നല്ല ബ്രൗൺ കളറായിട്ട് വറുത്ത് കോരി മാറ്റിയേക്കണം കേട്ടോ. ഇത് ഞാൻ എൻ്റെതായ രീതിയിലാട്ടോ ഉണ്ടാക്കണത്. ഇത് ഒന്ന് ഉണ്ടാക്കി വെക്കുക എല്ലാവരും ഇതുപോലെ. ഈ വറുത്ത് കോരിച്ച സബോള നമ്മൾ മസാല പുരട്ടിച്ച ചിക്കനിലേക്ക് ഇട്ട് കൊടുക്കണം കേട്ടോ. ഒപ്പം കുറച്ച് മല്ലിയില അരിഞ്ഞതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. നമുക്കിതൊന്ന് ഒന്നും കൂടി വീണ്ടും ഒന്ന് നന്നായി മിക്സ് ചെയ്തിട്ട് അവിടെ മാറ്റിയേക്കാം. ആ ഉള്ളി മല്ലിയിലൊക്കെ ചിക്കനിലേക്ക് ഒന്ന് നന്നായി തിരുമ്മി മിക്സ് ചെയ്ത് പിടിപ്പിച്ചെടുക്കാം കേട്ടോ. പിന്നെ ഇതാ 1 കിലോ ബിരിയാണി അരിയാണ് വെള്ളത്തിൽ നല്ല കഴുകി വൃത്തിയാക്കി വെള്ളത്തിൽ കുതിരാട്ടിക്കണത് കേട്ടോ. പിന്നെ ചോറിലേക്ക് ആവശ്യമായിട്ടുള്ള സബോള, ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, തക്കാളി, നീളത്തിലിരുന്ന പച്ചമുളകും, പിന്നെ മല്ലിയിലയും പുതിനയിലയാണ് കേട്ടോ അത്. പിന്നെ പട്ട എടുത്തിട്ടുണ്ട് ഒരു 2 എണ്ണം, ഏലക്കായ എടുത്തിട്ടുണ്ട് ഒരു 4 എണ്ണം, ഗ്രാമ്പു എടുത്തിട്ടുണ്ട് ഒരു 5-6 എണ്ണം, കുരുമുളക് എടുത്തിട്ടുണ്ട് കുറച്ച്, പിന്നെ കുറച്ച് പെരിഞ്ജീരകം കൂടി എടുത്ത്. അപ്പം ഇനി പണിയിൽ കിടക്കണം കേട്ടോ. ബിരിയാണി ചെമ്പ് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഓയിലാട്ടോ വെച്ച് കൊടുക്കരുത്. ആവശ്യത്തിന് ഓയിൽ വെച്ച് കൊടുത്തിട്ട് 3 സബോളയാണ് കേട്ടോ നീളത്തിലായിരുന്നു വെച്ചിട്ടുള്ളത്. സബോള ഒന്ന് ഇളക്കി മിക്സാക്കി വഴറ്റിയെടുക്കാം. അതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് എടുത്ത് വെച്ച പട്ടയും ഏലക്ക, പെരിഞ്ജീരകം, ഗ്രാമ്പു, കുരുമുളക് ഒക്കെ കൂടിയിട്ട് കൊട്ടി കൊടുക്കുന്നുണ്ട് കേട്ടോ. സബോള ഒന്ന് പകുതി വയവായി കിട്ടിയപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതെല്ലാം കൂടിയിട്ട് ഒന്ന് നന്നായി മൂപ്പിച്ചെടുക്കാം. ഇഞ്ചി വെളുത്തുള്ളി സബോളൊക്കെ നന്നായി മൂത്ത് പച്ചമണമൊക്കെ മാറി. അപ്പോൾ ഇനി തക്കാളിയും പച്ചമുളകും കൂടി കട്ട് ചെയ്തിട്ട് കൊടുക്കാം കേട്ടോ. ഒരു 3 തക്കാളിയാണ് എടുത്തിരിക്കുന്നത്, ഒരു മീഡിയം വലിപ്പമുള്ളത്, പിന്നെ ഒരു 5 പച്ചമുളക് നടുകേറിയതാണ് കേട്ടോ. തക്കാളി ഒന്ന് നന്നായി വയന്ന് തൊലിയൊക്കെ ഒന്നിങ്ങനെ ഇളകി വരുന്ന സമയമാകുമ്പോൾ നമുക്ക് മസാല പുരട്ടിച്ച ചിക്കൻ കൊട്ടി കൊടുക്കാം കേട്ടോ. പിന്നെ ഇതിലേക്ക് വേറെ പൊടിയൊന്നും ചേർക്കണില്ല, ആ ചിക്കനിൽ മസാല പുരട്ടിച്ച പൊടി മാത്രമേ ഉള്ളൂ കേട്ടോ. നന്നായി ഇളക്കി മിക്സാക്കി എടുത്തിട്ട് കേട്ടോ. ഇനി ഒരു 5 മിനിറ്റ് അങ്ങനെ അടച്ചു വെക്കാം. ഒരു 5-6 മിനിറ്റൊക്കെ കഴിഞ്ഞിട്ട് കേട്ടോ. ഇനി നമുക്ക് തുറന്നു നോക്കാം.
ഒരു 5 മിനിറ്റ് അങ്ങനെ അടച്ച് വെക്കുമ്പോൾ ഒരു നല്ല ചിക്കനിലേക്ക് ആ മസാലയൊക്കെ നല്ല ഇറങ്ങി നല്ലൊരു മണം വരും കേട്ടോ. മസാല ചിക്കനിലേക്ക് ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് ഒരു 5 മിനിറ്റ് അങ്ങനെ അടച്ച് വെക്കണത്. ഇനി നമുക്ക് അരി ഇതിലേക്ക് ഊറ്റിടാം. ഒരു 2-3 മിനിറ്റ് നന്നായി ഇളക്കി ഒന്ന് മിക്സാക്കി എടുക്കാം കേട്ടോ, അരിയും ചിക്കനും മസാല ഒക്കെ കൂടിയിട്ട്. ഇനി ഇതിലേക്ക് തിളച്ച വെള്ളമാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത്. ഞാനൊരു 2 കപ്പ് തിളച്ച വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഞാൻ അളവൊന്നും നോക്കിയിട്ടില്ല. ആ അരിയുടെ കുറച്ച് തൊട്ട് മീതെ നിൽക്കുന്ന രീതിയിലാട്ടോ ഒഴിച്ചു കൊടുക്കുന്നത്. നിങ്ങൾക്ക് അളവ് നോക്കണമെങ്കിൽ നിങ്ങൾ അരി എടുക്കണതിൻ്റെ അളവിനനുസരിച്ചിട്ട് നോക്കി ഒഴിച്ചോട്ടോ. ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. ചിക്കനിൽ ഉപ്പുണ്ട്, ചോറിലേക്കുള്ള ഉപ്പിട്ടെടുത്താൽ മതി. ഉപ്പിൻ്റെ പാകമൊക്കെ നോക്കിയിട്ട് ഒന്ന് അടച്ച് വെച്ച് കൊടുക്കാം കേട്ടോ. നന്നായി ഒന്ന് വെട്ടി തിളക്കട്ടെ, അരിയും വെള്ളമൊക്കെ കൂടിയിട്ട്. അപ്പോൾ ഇതാ തുറന്ന് നോക്കിയപ്പോൾ ഇതാ തിളച്ച് ചോറും വെള്ളമൊക്കെ കൂടിയിട്ട് ഈ പരിവായി കിട്ടിയിട്ടുണ്ട് കേട്ടോ. പുകയും കൊണ്ട് കാണാനില്ല. ഇനി നമുക്കിതിലേക്ക് മെയിൻ സാധനം ഇട്ട് കൊടുത്തിട്ടില്ല, ഇട്ട് കൊടുക്കാം. 1/2 kg ആണ് കേട്ടോ ഞാൻ ഇട്ട് കൊടുക്കുന്നത്. ആദ്യം ഒരു 1.5 ടീസ്പൂൺ 1/2 kg എടുത്തിട്ട് ഒന്ന് നന്നായി ഇളക്കി മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിൻ്റെ മീതെ 1/2 kg തൂവി കൊടുക്കണ്ട കേട്ടോ. ഒരു 2 ടീസ്പൂൺ 1/2 kg ഞാൻ അതിൻ്റെ മേലെ തൂവി കൊടുക്കുന്നുണ്ട്. മൊത്തത്തിൽ ഒരു 4 ടീസ്പൂൺ 1/2 kg ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അതിൽ. കുറച്ച് പുതിന ഇല അതിൻ്റെ മേലെ വതറി കൊടുക്കണ്ട കേട്ടോ. അതിൻ്റെ മീതെ കുറച്ച് മല്ലിയിലയും കൂടി വതറി കൊടുക്കണ്ട കേട്ടോ. ഇനി നമുക്ക് അടച്ചേക്കാം. പിന്നെ അടുപ്പിൽ നേരിട്ട് വെക്കണില്ല കേട്ടോ. ഞാനൊരു പത്തിരിക്കല്ല് അതിൻ്റെ മീതെ വെച്ചിട്ട് അതിൻ്റെ മീതെയാണ് ഇത് ദമ്മിടാൻ പോണത് കേട്ടോ. അടുപ്പിൽ അങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ കരിയാണി ആയി കിട്ടും, ബിരിയാണി ആയി കിട്ടൂല, മച്ചിപ്പൂസും കിട്ടൂല. വിറകൊക്കെ എടുത്ത് മാറ്റിയിട്ടോ ഒരു 30 മിനിറ്റ് അങ്ങനെ വെക്കുന്നുണ്ട് കേട്ടോ. കറക്റ്റ് 1/2 മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഇതാ തുറന്ന് വെക്കണം കേട്ടോ. സൂപ്പർ മണമാണ്, നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. അടിയിലൊന്നും പിടിച്ചിട്ടില്ല, പിന്നെ കട്ട ഒത്തിയിട്ടൊന്നുമില്ല. അപ്പം ഇത്ര ഉള്ളൂ കേട്ടോ നമ്മുടെ ചിക്കൻ മജ്ബൂസിൻ്റെ പണി. നല്ല ഈസി ആയിട്ട് കുറച്ച് സാധനങ്ങൾ കൊണ്ട് വേഗം ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ സംഭവം കേട്ടോ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. പിന്നെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ, ലൈക്ക് ചെയ്യണം, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്ര ഉള്ളൂ. താങ്ക് യു.